ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ സ്വപ്ന കൂടാരം അതായത് ഡേ ഡ്രീംസിലോട്ട് സ്വാഗതം. ദിവസം തോറും സ്വപ്നം കാണുക എന്നതാണ് എൻ്റെ ഒരു പതിവ്. അതായത് ദിവാസ്വപ്നം, ഒരിക്കലും നടക്കാത്ത സ്വപ്നം. നടക്കുമായിരിക്കാം അല്ലേ എന്നും മനസ്സിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുറേയേറെ സ്വപ്നങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് വെച്ചാൽ ഇന്നുടനീളം എടുക്കാൻ പറ്റത്തില്ല, എടുക്കാൻ പറ്റുന്നത്ര എടുത്ത് അവസാനിപ്പിക്കുക. കാരണം നിറയെ ജോലികളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറയും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ എനിക്ക് അറിയുകയില്ല. അത് എത്ര ക്ലിയറും ആവത്തില്ല. കാരണം ഇതൊരു പഴയ ഫോണാണ്. ഇതിലെടുക്കുന്ന വീഡിയോയ്ക്ക് എത്ര ക്ലാരിറ്റി ഒന്നുമില്ല. എനിക്കിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നതുകൊണ്ട് എനിക്ക് കലബിലാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണം. അതായത് മൂത്തയാൾ സ്കൂളിൽ പോയി, അപ്പോൾ ഇളയ ആളുമായിട്ട് സംസാരിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ നമ്മൾ എന്തിനും സംസാരിക്കാതിരിക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു ഇൻകവും കിട്ടും, നമ്മുടെ ഒരു ജോലിയായിട്ട് ഇതിനെ കൊണ്ടുപോവുകയും ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുത്ത് ഓരോന്നായിട്ട് എഡിറ്റൊക്കെ ചെയ്ത്. എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാവുന്ന രീതിയിലൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് ഇടുക. അപ്പോൾ രാവിലെ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഏകദേശം എല്ലാം റെഡിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചൂര, അതായത് ചൂര എന്നായിരിക്കും എല്ലായിടത്തും പറയുന്നത്. ചൂരമീനാണെങ്കിൽ ഇരിപ്പുണ്ട് കുറച്ച് കഷ്ണം. അപ്പം ഞാൻ വിചാരിച്ചു തേങ്ങ വറുത്തരച്ച് വെച്ചാൽ. ഞാൻ ഇന്ന് വരെ തേങ്ങ വറുത്തരച്ച്, അയില ഞങ്ങളുടെ നാട്ടിൽ തേങ്ങ വറുത്തരച്ചാണ് വയ്ക്കുന്നത്. പക്ഷേ ഈ ചൂര ഇതുവരെ തേങ്ങ വറുത്തരച്ചൊന്നും വെച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച് തേങ്ങ വറുത്തരച്ച് വയ്ക്കാമെന്ന്. അപ്പം ചൂരയെല്ലാം കഴുകി നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പം ഇന്നലത്തെ രസം കുറച്ച് ടിന്നിൽ ഒഴിച്ച് വെച്ചു. കാരണം എന്ന് വെച്ചാൽ ഈ സ്റ്റീൽ പാത്രത്തിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ഇങ്ങനെ തുരുമ്പ് പോലൊരു സംഭവം വരും. കണ്ടോ, ഈ മീൻകറി അതുപോലെ തന്നെ ഒരു ചട്ടിയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഉരുളിക്കകത്ത് വെച്ചത്. അതായത് ഇന്നലത്തെ ചൂരക്കറിയാണ്. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത്. ഇതായത് ക്യാബേജ് തോരൻ. അതും വെച്ചു. രാവിലെ മോൾക്ക് സ്കൂളിൽ ചോറ് കൊണ്ടുപോകണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി കൊടുത്തതാണ്. ഒരു മീൻ വറുത്തതും ക്യാബേജ് തോരനും ചമ്മന്തിയും തൈരും അങ്ങനെയാണ് കൊടുത്തിട്ടത്. അവൾക്ക് രസം ഇഷ്ടമാണ്. അത് വീട്ടിൽ ഞാൻ കൊടുക്കാറുള്ളൂ. കയ്യിലൊക്കെ ഇതിൻ്റെ ഒരു എണ്ണമയം പറ്റും. നല്ലപോലെ കഴുകിയില്ലെങ്കിൽ മുഖത്തൊക്കെ ആ ഒരു എണ്ണയിരിക്കും. അപ്പോൾ നമ്മുടെ വെളിയിലത്തെ കിച്ചണാണിത് കേട്ടോ. അപ്പോൾ നമ്മൾ അരി, ചക്കവേപ്പ്, ചീനിവേപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അൽക്കുലത്തെ പരിപാടികളെല്ലാം ഇവിടെയാണ് തയ്യാറാക്കുന്നത്. ഇവിടെ സിമൻറ്റ് തറയാണ് ഇട്ടത് കേട്ടോ. പക്ഷേ അന്ന് വീട് പണിയുന്ന സമയത്ത് ഞാനിവിടെ ടൈലിടാൻ സമ്മതിച്ചില്ല. എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ മിറ്റം ഒരുപാട് ഇങ്ങനെ ഇവിടെ എല്ലാം കൃഷി കാര്യങ്ങൾ എല്ലാം ഈ നമ്മുടെ ഈ വീടിൻ്റെ 4 സൈഡിൽ മാത്രം ഇങ്ങനെ കെട്ടിയിട്ട് നമ്മൾ മെറ്റലിട്ടിട്ടുള്ളൂ, അതായത് ചിപ്സ് ഇട്ടിട്ടുള്ളൂ. ബാക്കിൽ നിന്ന് കുറേ തടികളൊക്കെ മുറിച്ചതിൻ്റെയാണ്. ഇനി വിറകെല്ലാം കോതി വൃത്തിയാക്കണം. അങ്ങനെ എല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ വെളിയിലത്തെ കിച്ചണിൻ്റെ കാര്യം. അവിടെ നമ്മൾ സിമൻറ്റ് തരാണ്. ഈ മുറ്റത്തൊക്കെ ചെരുപ്പിട്ട് നടന്നാലും എങ്ങനെയല്ല നമ്മുടെ കാലിൽ ഈ മണ്ണ് പറ്റും. അതിപ്പോൾ അകത്തോട്ട് കയറും. അകത്തോട്ട് ചവിട്ടി കയറുമ്പം അകമെല്ലാം വൃത്തികേടാവും. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ടൈലിട്ടാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എപ്പോഴും മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിനും നടക്കണമല്ലോ. അത് മാത്രമല്ല, പിന്നെ പറയുന്നത് നമുക്ക് വെള്ളം കുറവാണ് കിണറ്റിൽ കേട്ടോ. വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് നമ്മൾ തുണി കഴുകാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ വെള്ളമാണ് മുകളിലും. അപ്പോൾ നമ്മൾ വെള്ളം വന്നിട്ട് ഇപ്പോൾ 2 മാസമായി. റോഡ് പണിയോ എന്തൊക്കെയോ സംഭവങ്ങൾ, പൈപ്പ് മാറ്റിയിടലോ ഒക്കെയാണ്. നമ്മൾ ഈ കിണറ്റിലെ വെള്ളം സൂക്ഷിച്ച് ലാഭിച്ചൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിത് കുറേ അടയ്ക്കാൻ നിൽപ്പുണ്ട്. ഈ അടയ്ക്ക ഉണക്കാൻ ഇട്ട് വെച്ചേക്കുവാണ്. പിന്നെ അത് കൊട്ടപ്പാക്കാക്കി ചന്തയിൽ കൊണ്ട് കൊടുത്ത പൈസ കിട്ടും കേട്ടോ. അപ്പോൾ വെളിയിലത്തെ കിച്ചണിൽ നമ്മൾ അരി അടുപ്പിൽ ഞാൻ പകുതി വെന്ത് കുറച്ച് പിന്നെ ഗ്യാസിൽ വെച്ച് വെച്ചാണ് നമുക്ക് ചോറ് കൊടുത്തത്. അതിൻ്റെ ബാക്കി അരി അടച്ചിടണം. നമ്മൾ അരി അടച്ചിട്ടിട്ട് ഞാൻ തോരാൻ വെച്ചതാണ്. ഇനി വാർത്ത് പൊരിച്ചെടുക്കുക എന്നൊക്കെ പറയും. ഓരോ നാട്ടിലും ഓരോ രീതി, എനിക്കറിയത്തില്ല. എല്ലായിടത്തും പറഞ്ഞേക്കാം. ഞാനിങ്ങനെ പൊരിച്ചെടുക്കുക എന്നൊക്കെയാണ് പറയുന്നത്. ഇതിങ്ങനെ ഊറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നൂത്ത് വെച്ച് പൊരിച്ചിങ്ങനെ അതിൻ്റെ വെള്ളം നനവ് കളയുക. അപ്പോൾ നമ്മുടെ ഈ വെളിയിലത്തെ കിച്ചണിലെ പുകയടുപ്പാണ്. പുകയടുപ്പെന്ന് പറഞ്ഞാൽ ഇത് ഒരു കാലത്തും കത്തത്തില്ല. നല്ല ഉണങ്ങിയ വിറവുണ്ടെങ്കിലേ കത്തത്തുള്ളൂ. ചിലയിടത്തൊക്കെ ഇങ്ങനെയാണ്, ചിലയിടത്തൊക്കെ നല്ലപോലെ കത്തും എന്ന് പറയുന്നത് എന്തുവെന്ന് അറിഞ്ഞൂടാ. അന്ന് ഈ ഗ്യാസ് അടുപ്പിൻ്റെ മണ്ടയിൽ ഈ ടൈലിടുന്ന സംഭവം ഉണ്ടായിരുന്നു. ടൈല് വിത്തിങ്ങനെ സ്റ്റീൽ പോലത്തെ. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, ഇത് മതി, ഇത് കരിയൊക്കെ പറ്റി അത് വൃത്തികേടാവുമെന്ന്. ഇത് തന്നെ കണ്ടില്ലേ, എത്ര ഞാൻ നാൾ കമ്പി വല ഇട്ടെല്ലാം ഉരച്ച് ക്ലീൻ ചെയ്തതാണ്. ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്നു. എത്ര നമ്മൾ വൃത്തിയാക്കിയിട്ടാലും നമ്മുടെ പുക അടുപ്പ് കത്താത്തത് കൊണ്ട് നമ്മളിങ്ങനെ ചാമ്പലും കരിയൊക്കെ ആവും കേട്ടോ. ഇത് നന്നെ ഉരച്ച് കഴിവണം കമ്പി വല ഇട്ട്. പിന്നെ ഞാനിപ്പം ഒരു കല വെള്ളം നമുക്ക് കുടിക്കാനുള്ളത് ഇത് തിളപ്പിക്കും. പിന്നെ ചോറ് വയ്ക്കും. ചീനിയൊക്കെ ഒത്തിരി വേവിക്കാനുണ്ടെങ്കിൽ കനലുണ്ടെങ്കിൽ, ഒന്നാമതേ ഇത് പുകഞ്ഞായിരിക്കുന്നു. ഇപ്പം നല്ല ഉണക്കവറവ് ഉണ്ടായതുകൊണ്ട് കത്തുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അതെല്ലാം സംഭവം സെറ്റാക്കി ഇങ്ങനെ വിൽക്കുന്നത്. പിന്നെ നമ്മൾ മീൻകറി അത്യാവശ്യം വേണം ചില സമയത്തൊക്കെ ഞാൻ ഇതിലാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ പച്ചക്കറി അരിഞ്ഞ എല്ലാ സംഭവമൊക്കെ ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അതാകുമ്പോൾ അകം കുറച്ച് വൃത്തിയായിട്ട് കിടക്കും. അകം കബോർഡൊന്നും ചെയ്യാത്തതുകൊണ്ട് വലിയ ഒരു അടുക്കി വെക്കാനൊന്നും വൃത്തിയാണില്ല. ഇപ്പം നമുക്കൊരു വീടെങ്കിലും ഉണ്ടല്ലോ, വീടില്ലാത്ത എത്രയോ പേരുണ്ടല്ലേ. അങ്ങനെ അഹങ്കാരം പറഞ്ഞതല്ല. അപ്പോൾ ഞാൻ പിന്നെ ഒരു തുണി ഒഴിട്ടിട്ടുണ്ട്. കൊച്ചുകളുടെ പഴയ തുണിയൊക്കെ വരുന്നതൊക്കെ ഞാനിങ്ങനെ ഇങ്ങനെ ചൂട് പിടിക്കാൻ എടുക്കും കേട്ടോ. അതിനെ കൈക്കലാന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ പക്ഷിയാണോ എല്ലായിടത്തും അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനെല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പം മഴയായതുകൊണ്ട് മുറ്റം മൊത്തം അലങ്കോലമായിട്ട് കിടക്കണം. നമുക്ക് തൂത്തുവാരാനൊക്കെ ഉണ്ട്. നമ്മുടെ പേപ്പറ് എല്ലാം എൻ്റെ അടുക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പ് കത്തിക്കണമെങ്കിൽ ഒരു ലോഡ് പേപ്പറും ചൂട്ടും കൊതുമ്പും ഒക്കെ തന്നെ വേണം. എന്നാലും കത്തത്തൊന്നുമില്ല കേട്ടോ. എനിക്ക് ഈ പറയുന്നതിന് സൗണ്ട് ഉണ്ടോ, വീഡിയോ ക്ലിയർ ആണെന്നൊന്നും അറിഞ്ഞുകൂടാ. കാരണം ഒരു പാട്ട ഫോണാണ് ഈ വീഡിയോ എടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുറ്റം കണ്ട് ഓണത്തിൻ്റെ സമയത്ത് മൊത്തം ചെത്തി വാരി പോച്ചല്ല. എനിക്ക് വയ്യ കുത്തിയിരുന്ന് ഇങ്ങനെ പോച്ച പറിക്കാനൊന്നും. അതേ എനിക്ക് കാലിന് നല്ല ഉപ്പുറ്റി വേദനയുണ്ട്. അപ്പോൾ ഇങ്ങനെ കുത്തിയിരിക്കുമ്പോൾ ഭയങ്കര അതിശക്തമായ വേദനയായിരിക്കും. മുറ്റം തൂക്കാത്തതുകൊണ്ട് തന്നെ മഴയും കൂടെ ആയതുകൊണ്ട് നന്നേ പ്ലാവിൻ്റെ കരിയിലാണ് കൂടുതലിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ എന്തെടുക്കുമായിരുന്നു. ഫ്രിഡ്ജ് കാണിച്ചതാണോ ഇനി ഫ്രിഡ്ജിൽ നിന്ന് വല്ലതും എടുക്കാനാണോ ഇപ്പോൾ ഓർക്കുന്നില്ലല്ലോ. ഞാൻ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുകയാണ് കേട്ടോ. ഫ്രിഡ്ജിനകത്ത് ഞാൻ എല്ലാം ഉണ്ടല്ലോ, മലക്കറി ആയാലും എല്ലാം കട്ട് ചെയ്ത് എല്ലാം മാറ്റി ഒരു ഡപ്പയിലിട്ട് അടച്ചു വെക്കും. അതാകുമ്പം നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമുണ്ടല്ലോ. തക്കാളി, പച്ചമുളക് ഇതൊക്കെ സെപ്പറേറ്റ് വെച്ചിട്ട് ബാക്കിയെല്ലാം ടിന്നിലിങ്ങനെ കട്ട് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്പൂണും ചെറിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ കപ്പിൽ ഓരോന്നിട്ട് ഇട്ട് വെക്കും. പക്ഷേ ഇതിൻ്റെ വെള്ളം ഈർപ്പം തട്ടിയിട്ട് കൂടെ നമ്മൾ വൃത്തിയാക്കില്ല. അകത്ത് ഇങ്ങനെ അഴുക്ക് പോലെ പായൽ വന്നിരിക്കും കേട്ടോ. അതൊക്കെ ക്ലീൻ ചെയ്യണം. കണ്ട ഇതിൻ്റെ അടിക്ക് കബോർഡ് വെക്കാത്തതുകൊണ്ട് ഒരു വൃത്തികേടായിട്ട്. കാരണം നമ്മളിങ്ങനെ പേപ്പർ വിരിച്ചിട്ടാലുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം വീണ് അട്ടുപോകും. പ്ലാസ്റ്റിക് കവർ അതിൻ്റെ അടിക്ക് ഉറുമ്പ് കയറിയിരിക്കും. എങ്ങനെയാണെന്ന് എനിക്ക് അറിയണം. അതുകൊണ്ട് ഞാനിപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ തുറസായിട്ടിട്ട് കൂടെ തൂത്തുമാറ്റി ഒന്ന് തുടയ്ക്കും. അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ഞാൻ വാൾപേപ്പറൊക്കെ ഒട്ടിച്ചിരുന്നതൊക്കെ, പക്ഷേ അടിക്ക് ഉറുമ്പ് കയറി നമുക്ക് തന്നെ നാശമാണ്. അത് കഴിഞ്ഞാൽ പിന്നെയും മുറ്റത്തോട്ട് ഇറങ്ങി. എൻ്റെ ഈ ഉടുപ്പ് കണ്ടിട്ട് എനിക്ക് നേരത്തെ നല്ല വണ്ണം, ഈ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ നല്ല വണ്ണം ഉണ്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ വണ്ണം ഷടപടേന്നങ്ങ് പോയി. ഞാൻ ഈക്കില് പോലെ ഇരുന്നാൽ പെട്ടെന്ന് വണ്ണിച്ചപ്പോൾ എല്ലാവർക്കും അതിശയമായിരുന്നു. അതുപോലെ തന്നെ പോയി കേട്ടോ. അപ്പോൾ ഈ ഉടുപ്പുകളെല്ലാം ലൂസാണ്. വേറെ പ്രത്യേകിച്ച് ഉടുപ്പുകളൊന്നും മേടിച്ചില്ല. മെഷീൻ അടിക്കണം. തയ്യൽ മെഷീൻ വെച്ചത് ഷേപ്പാക്കിയിട്ടുമില്ല. അതുകൊണ്ടാണ് ബളബളാന്ന് കിടക്കുന്നത്. പക്ഷേ അങ്ങനെ ഉടുപ്പിടുമ്പോൾ നമുക്കൊരു സുഖമാണ്. ആവിയൊന്നും എടുക്കത്തില്ല. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിച്ചെടിയിലൊക്കെ നല്ല പൂക്കൾ വന്നിട്ടുണ്ട്. ഇതാണെങ്കിൽ വിളക്ക് കത്തിക്കുമ്പോൾ വിളക്കിന് മുന്നിൽ വയ്ക്കാൻ വൈകിട്ട് ഞാൻ പറിക്കും കേട്ടോ. അതിന് നമ്മുടെ ഒരു ലവ് ബേഡ്സ് 2 ഉണ്ടായിരുന്നു. ഒരെണ്ണം ചത്തുപോയി. അപ്പം പിന്നെ ഒരെണ്ണത്തിനെ ഇങ്ങനെ നമ്മൾ കൂട്ടിലാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ കോഴിക്കൂടായിരുന്നു. അത് നമ്മൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ ലവ് ബേഡ്സിനെ വളർത്താമെന്ന് വിചാരിച്ച് അവിടെ വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. അവിടെ കുറേ അഡീനിയം ആദ്യമൊക്കെ ഞാൻ വാങ്ങിച്ചപ്പോൾ മൊത്തം അട്ടുപോയിരുന്നു. എന്തോ ഈ 2 നല്ല പോലെ പുഷ്പിച്ച് നിൽക്കുകയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. റോസ് കാണാൻ നല്ല അടുക്ക് പോലത്തെയാണ്. റോസിനകത്തൊരു വൈറ്റ് ഇതൊക്കെ ഉണ്ട്. അങ്ങനെ നിറയെ പൂക്കളും ചെടികളും ഒക്കെ ഉണ്ട്. ഇതിനിടയിലെല്ലാം പോച്ച കയറി നിൽക്കുന്നു. സമയം പോലെ നമുക്കിതൊക്കെ പറിച്ച് കളയണം, ഒന്ന് വൃത്തിയാക്കണം. ഇവിടെയൊക്കെ ചീനി ഓരോന്നൊക്കെ നട്ട് വെച്ചിരിക്കുന്നു. നമ്മുടെ അതുപോലെ തന്നെ സപ്പോട്ട. ഞാൻ ഇടയ്ക്ക് ഒരു ഷോർട്സ് ഇട്ടപ്പം ആദ്യമൊക്കെ എടുത്ത വീഡിയോയിലാണോ എന്തുവാന്ന് കാണിച്ചിട്ടുണ്ടോ എന്ന് ഇപ്പോൾ ഓർമ്മയില്ല. ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അന്ന് നമ്മുടെ സപ്പോട്ടയിൽ കുറച്ച് കായ് വന്നായിരുന്നു. ഇപ്പോൾ അതിൽ 3-4 മാത്രം അവശേഷിച്ച്. അത് വലുതാകുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ബാക്ക് വശത്തൂടെ എനിക്ക് എന്നും ഒരു ഉരുച്ചത്തിൽ രാവിലെ നിർബന്ധമാണ്. അതെൻ്റെ വീട്ടിൽ കുഞ്ഞുനാൾ തൊട്ടേ ഉള്ള എൻ്റെ ശീലമാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഒരു റാണിയാണ് ഇവൾ. കാരണം എൻ്റെ കല്ലൂന് ഏകദേശം 6 മാസം പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പോൾ വെച്ചതാണ്. ഈ ഓമ ഞാൻ നട്ടതാണ് കേട്ടോ. അത് ഒരു 6-ാം മാസത്തിൽ കായ്ക്കുമെന്നും പറഞ്ഞാണ് വെച്ചത്. ഇപ്പോൾ അവൾക്ക് 2.5 വയസ്സായി. ഇപ്പോഴാണ് ഈ ഓമയിൽ കാ പിടിച്ച് അത് പഴുത്ത് ഏകദേശം നിൽക്കുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തിയത് കേട്ടോ. അതായത് കൊതിച്ച് ഓമയ്ക്ക് ഇഷ്ടം പോലെ നമ്മുടെ നാടൻ ഓമ നിൽപ്പുണ്ടെങ്കിലും നമ്മൾ റെഡ് ലേഡി എന്ന് പറഞ്ഞ് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു മനസ്സിന് ആദ്യമായിട്ട് പിടിക്കുമ്പോൾ ഒരു അതിനെ ഇങ്ങനെ നോക്കി വെക്കുമല്ലോ എന്നും ചെന്ന്. കിളി കൊത്തും കേട്ടോ. നിറച്ച് കിളികളുണ്ട് ഇവിടെ. അപ്പോൾ കിളി കൊത്താതിരിക്കാനാണ് ഞാൻ അങ്ങനെ കവറിട്ട് വെച്ചിരിക്കുന്നത്. പഴുത്ത് നിൽക്കുകയാണോ, ഒന്നുകൂടെ ഒന്ന് പഴുക്കട്ടെന്ന് കരുതിയാൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ മീൻകറി വയ്ക്കും. ഞാൻ ഒരു മീൻകറിയിലും മല്ലിപ്പൊടി ഇടാറില്ല. തേങ്ങ അരച്ച് വെക്കുന്നതിനകത്ത് ശകലം മാത്രം. അല്ലെങ്കിൽ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പേസ്റ്റ് ആക്കിയിട്ട് പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ കടുക് പൊട്ടിച്ച് അതിനകത്തോട്ടിട്ട് മൂപ്പിച്ച് കാശ്മീരി ചില്ലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എരി കുറഞ്ഞ മുളക് പൊടിയാണ്, കളറും ഉണ്ട്. അപ്പോൾ അതിങ്ങനെ അതിങ്ങനെ വഴറ്റിയെടുത്തിട്ട്
നമ്മൾ കുടംപുളിയുടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിച്ച് മീൻ അങ്ങോട്ട് ഇടുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇത് നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ട് കുരുമുളകും ഒക്കെ ഇട്ട് വറുത്തരച്ച് ഈ മൂപ്പിച്ചതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളിക്കകത്തോട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ചൂരയെ പറക്കി അങ്ങോട്ട് ഇടുക, അതായത് ചൂര കഷ്ണം പറക്കിയിടുകയാണ് ചെയ്തത്. എനിക്ക് നല്ലതായിട്ട് പൊട്ടിയിരിക്കുന്നുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ബി കോംപ്ലക്സിൻ്റെ ഗുളിക ഞാൻ വാങ്ങി കഴിക്കുമായിരുന്നു. ഇപ്പം നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു സമയമല്ലല്ലോ ഇപ്പോൾ. നമ്മളുടെ മക്കളുടെ കാര്യം ഇങ്ങനെ ചിന്തിച്ച് സ്കൂളിൽ പോക്ക്, പിന്നെ വീട്ടിലെ ജോലി, ഒന്നാമത് വെള്ളമില്ലാത്തതിൻ്റെ ഇത്. അപ്പം നമുക്ക് നമ്മളെ തന്നെ ശ്രദ്ധിക്കാനുള്ള ടൈം ഇല്ലല്ലോ. ഞാൻ കാര്യത്തിൽ നിന്നും വഴിമാറിപ്പോന്നോ എന്നൊരു സംശയം. അപ്പം നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ സെറ്റായി. ഒരു തലയുണ്ട് കേട്ടോ, തലയുടെ കൊട്ടിയെല്ലാം പറിച്ചെടുത്തിട്ട് അതിനെ തലയാണെന്ന് പോലും അറിയത്തില്ല, അങ്ങനെ ഞാൻ എടുക്കുന്നത്. ഓരോരുത്തർ മൊത്തത്തിടും. എനിക്കെന്തോ അത് കാണുമ്പം ഒരു മനമറപ്പാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ വായ പൊട്ടി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ചെറിയൊരു പനിയുമായി. എല്ലാം കൊണ്ട് ശുഭം. മഴയൊക്കെ ആയതുകൊണ്ട് മഴച്ചാറ്റിലൊക്കെ ഈ പുറത്തോട്ട് ഇറങ്ങി നിൽക്കും. പിന്നെ കിണറ്റിൽ നിന്ന് 2 ബക്കറ്റ് വെള്ളം വീതം കോരണം. ഒന്ന് വെള്ളം തിളപ്പിക്കാനും വീട്ടിലെ ആവശ്യത്തിനും ഒന്ന് ചോറ് വയ്ക്കാനും. കാരണം ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം വന്ന് നമ്മുടെ കിണറ്റിൽ നിന്നുള്ള വെള്ളം എല്ലാം കൂടെ മിക്സഡ് ആയിട്ടാണ് കിടക്കുന്നത്. കാരണം നമുക്ക് വെള്ളമില്ലാത്തതുകൊണ്ട് അങ്ങനെയേ പറ്റത്തുള്ളൂ. അപ്പോൾ സാരമില്ല, 2 തൊട്ടി വെള്ളം ദിവസവും കോരുന്നത് കിണറിനും നല്ലതാണ്, നമുക്കും നല്ലതാണ്. അങ്ങനെയൊക്കെ ഒരു പുതുമ പഴയ കാലത്ത് ഇപ്പോഴെങ്കിലും നിലനിർത്തുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, രാവിലെ ഞാനൊന്നും കഴിക്കത്തില്ല. എനിക്ക് ദോശയൊന്നും ഇപ്പോൾ കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളെ കല്ലുവിനെ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ, അതായത് എൻ്റെ ഇളയ മോളെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും എനിക്ക് രാവിലെ റസ്ക്കും കട്ടൻ ചായയും മസ്റ്റായിരുന്നു. എനിക്ക് മുക്കി തിന്നണം ഇങ്ങനെ. അപ്പോൾ ഇപ്പോഴും എനിക്ക് ഒരാഴ്ച കൊണ്ട് അങ്ങനെ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ കല്ലുവിനെ പോയി നോക്കിയപ്പോൾ അവൾ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞാൻ ആ റസ്ക്കും കട്ടൻ ചായ എടുത്ത് ടി വിയുടെ മുന്നിൽ വന്നു, അതായത് നമ്മുടെ ഹാളിൽ വന്നു. അപ്പോൾ ഞാൻ ഓർക്കുന്നത് ലൈറ്റില്ല, വെട്ടമില്ല എന്ന്. നമ്മളിതൊന്നും പരിചയമില്ലല്ലോ. അപ്പോൾ ഞാൻ പതുക്കെ സ്വിച്ചിട്ടു. അപ്പം നമ്മുടെ വെട്ടം വന്നു. ആ സമയത്ത് ഞാൻ എന്താണ് കാണുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ബിഗ് ബോസിന് അഡിക്റ്റഡ് ആണ് എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ എനിക്ക് ബിഗ് ബോസ് കാണുന്നത് ഇഷ്ടമാണ്. നമ്മുടെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കത്തില്ല, ഒന്നും ഓർക്കാം. അപ്പം ഞാനാണെങ്കിൽ ടി വി വെച്ചിട്ട് റസ്ക്കും കട്ടൻ ചായയും കൂടെ കുടിക്കുകയാണ്. അപ്പം നമ്മുടെ ബിഗ് ബോസ് ടി വി ഇങ്ങനെ ഓണായി വരുന്നതേ ഉള്ളൂ. ജിയോ ഹോട്ട്സ്റ്റാറിൽ നമ്മുടെ ലാലേട്ടൻ്റെ ലാലേട്ടൻ്റെ പോലും ബിഗ് ബോസ് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ 24 മണിക്കൂർ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാമല്ലോ. അപ്പം ഞാൻ അതിൽ പോയി കാണുവാണ് കേട്ടോ. യൂട്യൂബിൽ പോയി കണ്ടാലും ഷോ കുറച്ചല്ലേ കട്ടായിട്ടല്ലേ കാണാൻ പറ്റും. ഇതാകുമ്പോൾ ഫുള്ള് കാണാൻ പറ്റുമല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് അങ്ങനെ അത് കണ്ടുകൊണ്ട് ഇരിക്കാമെന്ന്. അപ്പോഴത്തേനും കല്ലുണ്ണിക്കട്ടെ. അപ്പോൾ ഇന്ന് വേറെ ജോലിയൊന്നുമില്ല. ഇനി തുണി കഴുകണം, പെരയ്ക്കകം തുടയ്ക്കണമെന്ന് വെച്ചാൽ വെള്ളമില്ല. നമുക്കുള്ള വെള്ളം ലാഭിച്ച് ഇങ്ങനെ നമ്മുടെ തുണി കഴുകണം, ബാത്റൂമിൽ യൂസ് ചെയ്യണം, 2 ടോയ്ലറ്റ് ഉണ്ട് അകത്ത്. അപ്പോൾ അതിനെല്ലാം ഫ്ലഷ് അടിക്കുമ്പോൾ തന്നെ ഇഷ്ടംമാതിരി വെള്ളം പോകും. അപ്പോൾ പിന്നെ അത് നമ്മൾ എപ്പോഴും തുടയ്ക്കാനും എടുക്കാനും ഇപ്പം പറ്റുന്ന കാര്യമല്ല. വീഴുന്ന ഇച്ചിരി കറയൊക്കെ ഞാനിപ്പോൾ ഒരു തുണി വെച്ച് ഇങ്ങനെ തുടച്ചെടുക്കും. എനിക്ക് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം വരെ അതൊരു രക്ഷയില്ല. കാരണം നമ്മളുള്ള വെള്ളം മോട്ടർ അടിച്ചാണ് ഇപ്പോൾ ടാങ്കിൽ കയറ്റുന്നത്. കാരണം കുഞ്ഞിന് സ്കൂളിൽ പോകണം, ഒരു കുഞ്ഞുണ്ട്, പിന്നെ വീട്ടിലുള്ളവരുടെ തുണിയൊക്കെ കഴിയുമ്പം തന്നെ ഇഷ്ടം പോലെ വെള്ളമാവും. അപ്പോൾ നമ്മൾ വെള്ളം ലാഭിക്കുക എന്നിങ്ങനെ നമ്മൾ ചിന്തിക്കണം. ഇങ്ങനത്തെ വെള്ളമില്ലാത്ത അവസരങ്ങളിൽ നമ്മൾ ഇഷ്ടം പോലെ വെള്ളത്തെ സ്നേഹിക്കും കേട്ടോ. വെള്ളമുള്ളവർ വെള്ളം തുറന്നു വിട്ടാൽ കളയും. ഞാനും അങ്ങനെയൊക്കെയാണ്. ഞങ്ങളുടെ നാട്ടിൽ വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്നപ്പം ഞാൻ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് നന്നേ അനുഭവിച്ച വ്യക്തിയാണ്. കാരണം ഇപ്പോഴാണ് നമ്മുടെ കിണറ്റിൽ ഇത്രയെങ്കിലും വെള്ളം വന്നത്. നേരത്തെ വെള്ളമില്ലാത്തപ്പോൾ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയാണ് തുണി കഴിയുന്നത്, വെള്ളം പിടിച്ചുകൊണ്ട് വരുന്നത്. അന്നൊക്കെ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഓർക്കുന്നു. ഇപ്പോൾ എനിക്ക് ഇച്ചിരി അഹങ്കാരം ഉണ്ട്. കാരണം വെള്ളം ഇപ്പോൾ മോട്ടർ അടിച്ചാൽ കിട്ടുന്നുണ്ടല്ലോ എന്നൊരു അഹങ്കാരത്തിൽ ഞാൻ വെള്ളം കുറച്ച് തുറന്നു വിടുന്നുണ്ട്. പാത്രം കഴുകാനൊക്കെ ഞാൻ എന്തോരം ലാഭിച്ചായിരുന്നു എന്തോ കഴിയുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പക്ഷേ ഇപ്പം ഞാൻ വെള്ളം നന്നായി തുറന്നു വിടുന്നുണ്ട്. ഇനി വെള്ളം പറ്റുമ്പോൾ ആ നിങ്ങളപ്പോൾ അങ്ങ് നിൽക്കും, അത് ഉറപ്പാണ്. അപ്പം നമ്മുടെ ടി വി ഒക്കെ ഓണായി വന്നു. നമ്മൾ ജിയോ ഹോട്ട്സ്റ്റാർ അങ്ങോട്ട് ഓണാക്കി. നമ്മുടെ ബിഗ് ബോസ് ഏകദേശം കഴിയാറായി. ഇനി ഏകദേശം 2 ആഴ്ചയും കൂടെ എങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. അത് ചിലർക്ക് ഇഷ്ടമല്ല, എൻ്റെ ഇവിടെ വെക്കുന്നതൊന്നും ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ഇതിനോട് ഒരു ഇഷ്ടമാണ്. എല്ലാ സീസണും ഞാൻ കാണും. പണ്ട് എൻ്റെ ഒത്തിരി ചെറുപ്പമല്ല, എന്തോ ഒരു സൂര്യ ടി വിയിൽ എന്തോ ഇതുപോലൊരു ഷോ ഉണ്ടായിരുന്നു, മലയാളി ഹൗസോ അങ്ങനെ എന്തോ, ഞാനിപ്പോഴും ഓർക്കുന്നു. എന്തോ അത് കറക്റ്റ് പേര്
മറ്റേ രാഹുൽ ഈശ്വർ അങ്ങനെ എന്തോ അദ്ദേഹത്തിൻ്റെ ആണോ അങ്ങനെയൊക്കെ കുറേ പേര് എനിക്ക് ഓർമ്മയിലുണ്ട്. ഇത് നോക്കണം. ആ സമയത്തേക്ക് കല്ലുമുത്ത് എണീറ്റ് വന്ന് ഞാൻ എന്തോ കാണിച്ചാലും തിരിച്ച് കാണിക്കും കേട്ടോ. ഇങ്ങനെ മപ്പ് കുറുക്കി കടിക്കുക, പല്ല് കടിച്ച് കടിക്കുക, എല്ലാം എൻ്റെ കല്ലുമുത്ത് കാണിക്കും കേട്ടോ. ആഹാ ചട്ടമ്പി അങ്കാരിയാണ്. ഡാൻസൊക്കെ ഒന്ന് കാണണം. എൻ്റെ പൊന്നു ഒന്നുമല്ല, അതുപോലത്തെ ഡാൻസ്. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം നല്ല കഴിവുള്ളതായിട്ടല്ലേ. നമ്മളതൊന്നും ഒന്നുമല്ല. എന്തൊക്കെ അഭിനയങ്ങളാണോ കാണിക്കുന്നത്. ഓരോ ദിവസവും ഓരോ കൗതുകങ്ങളാണ്. സത്യം പറഞ്ഞാൽ സമയം പോകുന്ന അറിഞ്ഞൂടെ. ഇവരുടെ കൂടെ കുറച്ച് നേരം കിട്ടുന്ന ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ മനോഹരമായ നിമിഷമാണെന്ന് ഞാൻ പറയും. നമ്മളിപ്പോൾ ജോലിക്ക് പോയാലും എത്ര പണം സമ്പാദിച്ചാലും ഇതൊന്നും തിരിച്ച് കിട്ടാൻ പോകുന്നതല്ല. വരുമാനമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഓരോ മനുഷ്യരുടെ സാഹചര്യങ്ങളാണ്. അവർക്ക് കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനും അവരുടെ കൂടെ ഇപ്പോൾ ചിലവഴിക്കാനും ഇഷ്ടമില്ലാഞ്ഞല്ല, പക്ഷേ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും. പക്ഷേ ഈ കിട്ടുന്ന നിമിഷങ്ങളൊന്നും ഇനി തിരിച്ചു കിട്ടില്ല അല്ലേ. അത് നമ്മൾ ആസ്വദിക്കേണ്ടത് തന്നെയാണ് സത്യം. എനിക്ക് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഇവളെ പിരിഞ്ഞിരിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. അതെൻ്റെ പൊന്നൂൻ്റെ കാര്യത്തിലും അങ്ങനെ. അവൾക്കൊരു 5 വയസ്സാണ്. പൊന്നൂസിനെ ഞാനൊരു 5 വയസ്സ് കഴിഞ്ഞാണ് കേട്ടോ ജോലിക്കൊക്കെ പോയി തുടങ്ങിയത്. പിന്നെയാണ് ഇവളുണ്ടായത്. പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ല. ഏറ്റവും മനോഹരമായ കാലഘട്ടം തന്നെയെന്ന് ഞാൻ പറയും. എനിക്കും ഇപ്പോൾ ഒരുപാട് പുറകിലേക്ക് പോകണം. കുഞ്ഞുനാളിലെ ആ ഒരു അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ആർക്കായാലും അങ്ങനെ ആയിരിക്കും അല്ലേ. എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കണേ എന്നായിരിക്കും പ്രാർത്ഥന. കാരണം പുറകിലേക്ക് പോകുമ്പോൾ ആ നിമിഷങ്ങളൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.